മുതലപ്പുഴയിൽ വീണ്ടും ബോട്ട് അപകടം. ഒരാൾ മരിച്ചു, 3 പേരെ കാണാതായി. ഇവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. മുതലപ്പുഴയിലെ ബോട്ട് അപകടങ്ങൾ തുടർക്കഥയാകുന്നതിൽ സർക്കാരിനെതിരെ ലത്തീൻ സഭയുടെ സമരം നടക്കാനിരിക്കെയാണ് മറ്റൊരു അപകടമുണ്ടായത്. മുതലപ്പുഴയിൽ വീണ്ടും അപകടമുണ്ടായിരിക്കുകയാണ്. അപകടത്തിൽ ഒരാൾ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വാർത്ത. അതോടൊപ്പം തന്നെ 3 പേരെ കാണാതായിട്ടുണ്ട്. ഇവർക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ലത്തീൻ സഭ കടുത്ത പ്രതിഷേധം നടത്താനിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു അപകടം. ഇന്നുണ്ടായിരിക്കുന്ന വിവരങ്ങൾ അഞ്ജു ജയപ്രകാശ് നൽകും. അഞ്ജു, ഈ അപകടങ്ങൾ, മുതലപ്പുഴയിലെ ഈ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. എനിക്ക് തോന്നി മഴക്കാലം തുടങ്ങിയ സമയത്തും ഇത്തരത്തിലൊരു അപകടമുണ്ടായിരുന്നു. ലത്തീൻ സഭ ഇന്ന് പ്രതിഷേധം നടത്താനിരിക്കുകയാണ് ഇത്തരത്തിൽ അപകടമുണ്ടാവുന്നത്. എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? കാണാതായവർക്കുള്ള തെരച്ചിൽ എത്തരത്തിലാണ് പുരോഗമിക്കുന്നത്? അഞ്ജു. ആതിര, തുടരെ ഉണ്ടായ അപകടങ്ങൾക്ക് തുടർക്കഥയായിട്ട് തന്നെ ഇതാ വീണ്ടും ഇന്ന് വെള്ളം മറിഞ്ഞിരിക്കുകയാണ്. ശക്തമായ തിരയിൽപ്പെട്ടാണ് വെള്ളം തലകീഴായി മറിഞ്ഞത്. ഇന്നലെ പുലർച്ചയോടുകൂടിയായിരുന്നു ഈ അപകടമുണ്ടായത്. അപകടത്തിൽ 3 പേരെ മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ടുണ്ടായിരുന്നു. അവരെ നിലവിൽ ഇപ്പോൾ രക്ഷപ്പെടുത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫ്രാൻസിസ്, സുരേഷ്, യേശുദാസ് എന്നിവരാണ് കാണാതായിട്ടുണ്ടായിരുന്നത്. അവരെ 3 പേരെയും രക്ഷപ്പെടുത്തി എന്നറിയാൻ സാധിക്കുന്നു. പക്ഷേ അപകടത്തിൽ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. വീണ്ടും വിക്ടർ എന്ന ആളാണ് മരിച്ചിരിക്കുന്നത്. അഞ്ചുതെങ്ങ് സ്വദേശിയുടെ ജോബോയുടെ ഉടമസ്ഥതയിലുള്ള ചിന്താതിര എന്ന് പറഞ്ഞ വെള്ളമാണ് അപകടത്തിൽപ്പെട്ട് മറിഞ്ഞിട്ടുള്ളത്. ഈ അപകട സമയത്ത് അഴിമുഖത്തുണ്ടായ ഫിഷറീസ് ഗാർഡുകളും കോസ്റ്റൽ പോലീസും നടത്തിയ തിരച്ചിലാണ് ഈ ആളുകളെയൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ വിക്ടറിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൃതദേഹം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, മുതലപ്പുഴയിലാണ് വീണ്ടും ഇത്തരത്തിൽ അപകടമുണ്ടായിരിക്കുന്നത്. അപകടത്തിൽ ഒരാൾ മരിച്ചു. ശക്തമായ തിരയെ തുടർന്നാണ് അപകടമുണ്ടായത്. കാണാതായ 3 പേരെ കണ്ടെത്തി എന്നുമാണിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു അഞ്ജു ജയപ്രകാശ്.